ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമർ സ്ഥാപനം ഇന്നാ കാണിക്കുന്ന ഒരു BS4 വണ്ടിയാണ് കേട്ടോ. അപ്പോൾ BS4 വണ്ടി ഇത് ചെയ്തേക്കുന്ന നോക്കുക. എന്നിട്ട് റബ്ബർ പൊട്ടിച്ചു കളഞ്ഞു. ഇത് BS4 വണ്ടിയിൽ എയർ ടൈറ്റ് ആവുന്ന സമയത്ത് വണ്ടി ഓഫ് ആവും. അതിനും വേണ്ടി ഏതോ ഒരു മെക്കാനിക്സിന്റെ തലയിൽ ഉദിച്ച അതിബുദ്ധിയാണ് ഈ ഒരു റബ്ബർ കളഞ്ഞത്. ഈ റബ്ബർ കളഞ്ഞതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ടാങ്കിലേക്ക് എയർ കയറും. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്രോൾ ഇറങ്ങും, വണ്ടിക്ക് മിസ്സിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ആ BS4ന്റെ ആ ഒരു കംപ്ലൈന്റ് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ എളുപ്പപണി എടുത്തതാണ് ഇതിന്റെ ഈ റബ്ബർ ഇളക്കി കളഞ്ഞു. അപ്പോൾ മഴയായപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വെള്ളം ടാങ്കിലേക്ക് പോയി. ടാങ്കിൽ പെട്രോളിൽ വെള്ളം മിക്സായി കാർബറേറ്ററിലേക്ക് വെള്ളം ഇറങ്ങി വണ്ടി നിന്നു. അപ്പം അങ്ങനെയാണ് വണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ കിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ട് BS4 വണ്ടിയിൽ ടാങ്ക് ക്യാപ്പ് മാത്രം കിട്ടില്ല. BS3 വണ്ടിയിൽ മാത്രമേ ടാങ്ക് ക്യാപ്പ് കിട്ടുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് അത് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ് BS4ന്റെ പർജ് കൺട്രോൾ സിസ്റ്റം ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ BS3ന്റെ ടാങ്ക് ക്യാപ്പ് വാങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. ഇതൊന്നും ചിലപ്പോൾ അവരെ അറിയില്ല ഇങ്ങനൊരു സംഗതി ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങി പോകുന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. അവർ വണ്ടി കൊണ്ടങ്ങ് ഓടും, മയത്തൊന്നും നോക്കൂല, വണ്ടി കൊണ്ട് ഓടും, വണ്ടി ഇവിടെ നിൽക്കും, ലൈനിൽ കൊടുക്കും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ എങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ BS3 ടാങ്ക് ക്യാപ്പ് വാങ്ങിയിടാൻ പറയാം. നിങ്ങൾ ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ BS4ന്റെ ഒരു കംപ്ലയിൻസ് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ BS3ന്റെ ടാപ്പ് വാങ്ങിയിടുക. ഈ റബ്ബറോട് നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഗതിയാണ്. ഈ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകും ഷൂട്ട് ഔട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ BS1 പർജ് കൺട്രോൾ ആകും, ക്യാനിസ്റ്റർ സിസ്റ്റം ഒക്കെ ഒന്ന് കറക്റ്റ് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു വിഷയമാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ആരും തന്നെ ചെയ്യാതിരിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഇത് നോക്കുക കേട്ടോ, ഇത് താഴെ കാണുന്ന വെള്ളമാണ്. അപ്പോൾ പഴയ പെട്രോളൊക്കെ എന്ന് പറഞ്ഞാൽ എത്തനോൾ ഇല്ലാത്ത പെട്രോളൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ആയി ഇങ്ങനെ കിടക്കും നിന്ന് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ നമ്മൾ എങ്ങനെ തന്നെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം വേറെയും പെട്രോളും വേറെയും ഉണ്ടാവുക. പക്ഷെ ഈ ഒരു പെട്രോൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് വണ്ടി ഓടുന്ന വണ്ടിയാണ്. വണ്ടി ഇളകുന്നതിനനുസരിച്ച് അതിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഒരു പെട്രോളിൽ മിക്സ് ആവും. ഇതേമാതിരി ഇടങ്ങാവും. ഇതേമാതിരി ആയിക്കഴിഞ്ഞാൽ വെള്ളവും പെട്രോളും കൂടിയിട്ടുള്ള ഇതാണ് കാർബറേറ്ററിലേക്ക് പോവുക. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ തുപ്പി തുപ്പി കളിക്കും. പെട്രോളും വെള്ളവും കൂടിയിട്ടാണ് ഉണ്ടാവുക. വണ്ടി ആക്സിലേഷൻ ഉണ്ടാവില്ല. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഇപ്പോൾ വെള്ളം ആയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്കും ഇപ്പോൾ പെട്ടെന്ന് വെള്ളം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. പെട്രോളിന് ടാപ്പ് തുറക്കുന്ന സമയത്ത് ഇതേമാതിരി വൈറ്റ് ഷെയ്ഡിലാണ് പെട്രോൾ വരുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ മിക്സിംഗ് ആയിട്ടൊരു വൈറ്റ് ഷെയ്ഡിൽ പെട്രോളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ വെള്ളം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ടാങ്ക് കംപ്ലീറ്റ് അയച്ച് ക്ലീൻ ചെയ്യുക. അതേമാതിരി തന്നെ ഇവിടെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ളൊരു ഹോളുണ്ട്. ഇത് അയച്ച് ഇങ്ങനെ കാണാം, കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഹോളൊന്ന് ശരിക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. മഴക്കാലമാണ്, മഴത്ത് വണ്ടി ബൈക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ലൈനിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ റബ്ബർ കറക്റ്റ് സീറ്റിംഗ് ആണെന്ന് നോക്കുക. ഇവിടെയുള്ള ഹോൾ ഇതിൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഹോളൊന്ന് കുത്തിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മഴക്കാലമായി കഴിഞ്ഞാൽ കേട്ടോ. എന്നാൽ നിങ്ങൾ വഴി കുടുങ്ങാതെ ലൈനിൽ കുടുങ്ങാതെ വീട്ടിലെത്താൻ പറ്റും.